അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 31, 2016 സൗത്ത് കരോലിനയിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അവിടെയാണ് 30 വയസ്സുണ്ടായിരുന്ന കാല എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നത്. അവരുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് ചാർലി കാർവർ എന്നായിരുന്നു. 32 വയസ്സായിരുന്നു ആളുടെ പ്രായം. അപ്പോൾ അന്നേ ദിവസം ഈവനിങ് ഇവരൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാം, ഡിന്നർ ഒരുമിച്ച് കഴിക്കാം, അങ്ങനെയുള്ളൊരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ വൈകുന്നേര സമയമായി, രാത്രിയായി, നൈറ്റിൻ്റെ ആ ഒരു ടൈമിൽ ഡിന്നർ കഴിക്കാനായിട്ട് ഈ ഫ്രണ്ട് ഇവർ രണ്ടുപേരെയും വിളിച്ചു നോക്കുകയാണ്. എന്നാൽ കോള് വിളിച്ചിട്ട് പോകുന്നില്ല, അതുപോലെ തന്നെ ഇവരെത്തിയിട്ടുമില്ല. അപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട്, സാധാരണ ഇവർക്ക് അങ്ങനത്തെ, അതായത് വരുമെന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളാണ്, അങ്ങനത്തെ ശീലമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിന് പേടിയായിട്ട് ആള് ഇവരുടെ രണ്ടുപേരുടെയും അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഫ്രണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് തങ്ങളുടെ ഫ്രണ്ട്സ് മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. പോലീസുകാരങ്ങനെ അവരുടെ അന്വേഷണം ആരംഭിക്കുകയാണ്. അവർ നേരെ ആ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തി. അപ്പാർട്ട്മെൻറ്റ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഫോഴ്സ്ഡ് എൻട്രി നടന്നതായിട്ട് അവർക്ക് തോന്നിയില്ല. സാധനങ്ങളെല്ലാം തന്നെ വെച്ചിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആരും ഇങ്ങനെ അതിക്രമിച്ച് കയറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കൈലയുടെ ഡോഗ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പട്ടിനെ അങ്ങനെ ഇട്ടിട്ട് അവർ പെട്ടെന്നുകൊണ്ട് എവിടേക്കും പോകില്ല എന്നുള്ളതും അവർക്ക് ആ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ട് എത്തുകയാണ്. പിന്നെ അവിടുത്തെ CCTV വിഷ്വൽസും മറ്റും പരിശോധിച്ചപ്പോൾ രാവിലെ ഇവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നതിൻ്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഇവർ തിരിച്ചു വരുന്നതിൻ്റെ വിഷ്വൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ചാർലിയുടെയും അതുപോലെ തന്നെ കാർലയുടെയും കഥ എന്താണെന്നുള്ളത് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. സാധാരണഗതിയിൽ ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ അവരുടെ സെൽഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യലാണല്ലോ പതിവ്. അങ്ങനെ ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. സൗത്ത് കരോലിനയിലുള്ള ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നാലും കൃത്യമായിട്ട് എവിടെയാണ് എന്നുള്ളത് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ആ ഒരു സമയത്ത് വളരെ വിയേർഡായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. ഈ ചാർലിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും പോസ്റ്റുകൾ വരികയാണ്. അതിലെന്താണ് ഇത്ര വിയേഡായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഓരോരുത്തരും നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. ആ ഒരു രീതിയിലായിരിക്കും നമ്മളൊരു സ്റ്റോറി ഇടാം. അതായത് നമ്മളിപ്പോൾ ഒരു സംഭവം പോസ്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾ ഒരു സംഭവം പോസ്റ്റ് ചെയ്യുക. അതായത് നമ്മളുടെ ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പോസ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. അതായത് നമുക്കറിയാൻ പറ്റും നമ്മളുടെ സുഹൃത്തുക്കൾ ഒരു തരത്തിലുള്ള ഒരു കാര്യം പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തതാണോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു രീതി ഉണ്ടാവും. എന്നാൽ ഇതൊക്കെ എന്താ പറയുക, കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരുന്നു ആളുടെ അക്കൗണ്ടിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിട്ട് അതിനുള്ള റിപ്ലൈയോ കാര്യങ്ങളോ അതുപോലെ തന്നെ കോൾ എടുക്കുക അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ആൾ ചെയ്തിരുന്നുമില്ല. അങ്ങനെ പോലീസുകാർക്ക് ഈ പോസ്റ്റുകളും അതുപോലെ തന്നെ ഇവരുടെ തിരോധാനവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇയാളുടെ പോസ്റ്റുകളിൽ ചിലതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാളയുടെയും ചാർലിയുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാള പ്രഗ്നൻ്റ് ആണ്, അതുപോലെ തന്നെ പുതിയ വീട്ടിലോട്ട് മാറി തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ ആളിങ്ങനെ ഇട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള എന്താ പറയുക ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് സംശയം തോന്നുകയാണ്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും മറ്റുമൊക്കെ കൂടുതലായിട്ട് നോക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലോട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ അനലൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് അവർക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. അതായത് ഓഗസ്റ്റ് 31 ഇവരെ കാണാതായ ദിവസം. അന്നത്തെ ദിവസം ഇവർ ഫേസ്ബുക്കിൽ കുറച്ച് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആയിട്ടായിരുന്നു അവർ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 95 ഏക്കറോളം വരുന്ന ആളുടെ ഒരു പ്രോപ്പർട്ടി ക്ലീൻ ചെയ്യാനുള്ള ഒരു വർക്കിൻ്റെ കാര്യമായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാളയാണെന്നുണ്ടെങ്കിലും ചാർലി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വർക്കുകളും മറ്റുമൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫോൺ സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ വലിയൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അതായത് 95 ഏക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണല്ലോ. ഇത്രയൊക്കെ ആയപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടും എന്തൊക്കെയോ പന്തികേടുണ്ടെന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഒരു സെർച്ച് വാറണ്ട് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേനും നാളുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞു. നവംബർ 3 അവർ ആ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു പ്രോപ്പർട്ടിയുടെ മുക്കും മൂലയും എല്ലാം തന്നെ അരിച്ചു വിറക്കാനായിട്ട് തുടങ്ങി. ഒരു ചെറിയ സ്പേസ് പോലും ഇടാതെ ഇവരിങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് അവരൊരു സംഭവം കാണുന്നത്. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു വലിയ ഷിപ്പിംഗ് കണ്ടെയ്നർ ആയിരുന്നു. അതായത് ഇരുമ്പിൻ്റെ ഒരു കണ്ടെയ്നറിൽ അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പല താഴത്ത് അത് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഗ്രൗളിങ് സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അതായത്
ഒരു ആനിമലിനെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള പോലുള്ള ഒരു സൗണ്ട് അതിൻ്റെ അകത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ആ പൂട്ടുകൾ പൊട്ടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ് പൂട്ടൊക്കെ പൊട്ടിച്ച് അവസാനം ആ ഒരു കണ്ടെയ്നർ തുറന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ആ കണ്ടെയ്നറിൻ്റെ അകത്തുണ്ടായിരുന്നത് കാളയായിരുന്നു. കാള ഒരു തരത്തിലും രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴുത്തിലും കാലിലൊക്കെ ചങ്ങലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാളയെ കണ്ടപ്പോൾ പോലീസുകാർ ചിന്തിച്ചത് ചാർലിയും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ ചാർലിയെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി ബാക്കിയുള്ള പോലീസുകാരും മറ്റും. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും അയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം ഈ ഒരു കാളയുടെ അടുത്ത് തന്നെ ചാർലിക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ വെളിപ്പെടുത്തിയത്. ടോഡ് കോൽഹപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുണ്ട്. അപ്പോൾ ആളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിനും മറ്റൊക്കെ വേണ്ടിയിട്ട് ആളുകളെ ഹയർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇവരെ രണ്ടുപേരെയും ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചാർലിയുടെയും കാളയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ലിവ് ഇൻ റിലേഷനിലായിരുന്നു. അവരൊരു വീട് റെൻറ്റ് ചെയ്തിട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ തന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പല ജോലികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇതിനു മുൻപും കാള ഇയാളുടെ പ്രോപ്പർട്ടീസും മറ്റും ക്ലീനൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാധാരണഗതിയുള്ളൊരു വർക്കായിട്ടായിരുന്നു ഈ ഒരു വർക്കിനെയും കണ്ടത്. അതായത് ടോഡ് പറഞ്ഞു എൻ്റെ ഒരു 95 ഏക്കർ വരുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത്. സാധാരണ ഒരു റെഗുലർ വർക്കിംഗ് ഡേ പോലെ തന്നെയായിരുന്നു അവർ പോയത്. അതാണ് ഫ്രണ്ടിൻ്റെ അടുത്ത് അന്ന് വൈകുന്നേരം എന്താ പറയുക, നമ്മൾക്ക് ഡിന്നറിന് ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. എന്നാൽ ജീവിതത്തിൽ ഇത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ആ ഒരു സമയത്ത് നടക്കുമെന്നുള്ളത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നേരെ ആ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്തുകയാണ്. ഈ ഒരു 95 ഏക്കർ പ്രോപ്പർട്ടിയുടെ ഏകദേശം നടുക്കായിട്ടാണ് ആ ഒരു വീട് വരുന്നത്. അവരങ്ങനെ അങ്ങോട്ട് എത്തി. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരങ്ങോട്ട് എത്തിയതിന് ശേഷം ഈ അവിടുത്തെ ടോഡ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആള് എന്താ പറയുക കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞങ്ങായിട്ട് നേരെ ആ ഒരു ഗ്യാരേജിൻ്റെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കാൻ പോയിരിക്കുന്നതെന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരും പുറത്ത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം അയാളിങ്ങനെ അകത്ത് നിന്ന് പുറത്തോട്ട് വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു. ഇതിവർ കാണുന്നുണ്ടായിരുന്നു. എന്നാലും ഇയാളിത് എന്ത് ഭാവിച്ചാണ്, ഇയാളിത് എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ഒരു തോക്ക് കണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഇയാൾ വീടിൻ്റെ അകത്ത് നിന്ന് നേരെ വന്ന് ഈ ചാർലിയുടെ നെഞ്ചത്ത് നോക്കിയിട്ട് 3 തവണ വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ വീണ് ചാർലി മരിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ സ്വന്തം ബോയ് ഫ്രണ്ട് കൺമുന്നിൽ എന്താന്ന് പോലും അറിയാത്ത ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പെടഞ്ഞ് മരിച്ചത് കണ്ട് ഈ ഒരു കാളാകപ്പാടെ തരിച്ച് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇയാൾ കാളയുടെ എന്താ പറയുക കയ്യിൽ ഹാൻഡ് കഫ് ചെയ്തു, അതുപോലെ തന്നെ കെട്ടിയിട്ടു. എന്നിട്ട് അവിടെ നിന്ന് നേരെ അവരെ അടുത്ത് ആ ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോയി ഇടുകയാണ് ഉണ്ടായത്. പോലീസുകാർ കണ്ടെത്തുന്നത് വരെ, അതായത് ആ ഒരു 2 മാസം മുഴുവൻ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിരുന്നു കാള കഴിച്ചു കൂട്ടിയിരുന്നത്. ദിവസത്തിൽ 2 നേരം ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഒരു തവണ മാത്രമേ ടോയ്ലറ്റിൽ പോകാനായിട്ട് അനുവദിക്കുകയുള്ളൂ. പിന്നെ ഒരു ബക്കറ്റ് വെള്ളമാണ് കുളിക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആൾ സെക്ഷുവലി അബ്യൂസ് ചെയ്യും, ടോർച്ചർ ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഒരു സ്ലേവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അടിമയായിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഒരു പ്രിസണറായിട്ട് ആയിരുന്നു ഈ ഒരു സ്ത്രീയെ അയാൾ വെച്ചിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ കാള വെളിപ്പെടുത്തുകയുണ്ടായി. അത് പോലീസിനെ കൂടുതലായിട്ട് ഞെട്ടിക്കുകയായിരുന്നു. അതായത് ഈ ഒരു സ്ത്രീയെയും കൊണ്ടിങ്ങേറ്റ് കുറച്ചങ്ങ് മാറി ഒരു സ്ഥലത്ത് അയാൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 3 കല്ലറകൾ കാണിച്ചു കൊടുത്തിട്ട് അയാൾ പറയുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിൻ്റെയും ഗതി ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാളുടെ ആദ്യത്തെ കൊലപാതകമോ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ അബ്ഡക്ഷനോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എന്നുള്ളത് പോലീസിന് ആ ഒരു സമയത്ത് തന്നെ തോന്നുകയാണ് ഉണ്ടായത്. പിന്നെ ഇയാളുടെ വിയേർഡായിട്ടുള്ള വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ കൊല്ലാനായിട്ടൊക്കെ വാങ്ങിയ യൂസ് ചെയ്ത ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തത്, അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതായത് ഒരു കത്തിനെ കുറിച്ച് എഴുതിയൊരു റിവ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ഞാൻ ആരെയും കുത്തിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ കുത്തണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കത്തി വെച്ച് തന്നെ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള റിവ്യൂസ് പലതിനെയും കുറിച്ചും കേട്ട് ആൾ ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾക്ക് ആമസോൺ റിവ്യൂ കില്ലർ എന്നുള്ള രീതിയിലുള്ള ഒരു പേര് തന്നെ വന്നത്. ഇയാളുടെ സ്റ്റോറി പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാണ്ട്, അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചാർലിയുടെയും അതുപോലെ തന്നെ കാളയുടെയും കഥയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ
ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.